ഇതിപ്പോൾ നമ്മൾ നേരത്തെ വീണ്ടും ടീസറിൽ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒട്ടും അത് ആദ്യമേ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാവരും നാണം കെട്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ആള് ഹീറോ ആണെന്നാണ് പറയാ. അങ്ങനെ നോക്കുമ്പോൾ ആനന്ദ് മധുസൂദനൻ നേരത്തെ ഹീറോ ആണ് അല്ലേ? നേരത്തെ ഇതൊക്കെ വിട്ട് സിനിമ മുഴുവൻ വിട്ട് പണ്ടേ സംഭവം നിർത്തിപ്പോവാൻ തീരുമാനിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഡയലോഗിന് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ. ഏതെങ്കിലും നേരത്തൊക്കെ നമുക്ക് തോന്നുന്ന കാര്യമാണല്ലോ. സിനിമ വിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില നേരത്തെ ഇഷ്ടപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ മ്യൂസിക് കമ്പോസറായിട്ട് വന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങളാവില്ല. പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ തൊഴിലായി മാറുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ ആയി നിൽക്കുന്ന അവസ്ഥയിൽ ചിന്തിച്ചു പോയ ഒരു കാര്യമാണത്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരിച്ചു വരവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളാകെ തളർന്നുടഞ്ഞ് കിടക്കും. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നതൊരു പരിപാടിയാണ്. അതെന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, ആ എഴുന്നേറ്റ് വരും നമുക്ക് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹീറോ തന്നെയാണ്. ഓഫ് കോഴ്സ്. നൈസ്. ഓക്കെ. അപ്പോൾ വാട്ട് ഇഫ് പൊടിമീശ എന്ന് പറയുന്ന പാട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. അതായത് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സ്ക്രിപ്റ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സ്കോറ് മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ആള് പാട്ട് സ്വന്തമായിട്ട് എഴുതിയ പൊടിമീശ ഹിറ്റായില്ല എന്ന് വിചാരിക്കൂ. അപ്പൊ സിനിമയിലേക്കേ തിരിച്ചു വരണം എന്ന് ആലോചിക്കില്ല? അതെന്താന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് ആകെ അറിയാവുന്ന പണി ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇതല്ലാതെ മറ്റെന്ത് കാര്യം ചെയ്യാനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ നേരത്ത് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്, കിണറിലിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ കിണറ്റിന്ന് ആരെങ്കിലും തന്നെ വിളിച്ച് കയറ്റി കൊണ്ടുപോകാന്ന് പറയുന്ന നിലവിളി ശബ്ദമാണ് ഉണ്ടായത്. ഞാന് ഇപ്പൊ സൂര്യചേട്ടനും അജീഷ് ചേട്ടൻ പാവയുടെ റൈറ്റർ, അപ്പൊ ഇവര് കഥ പറയുമ്പോ എന്നോട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായി ഇവരാരും എന്നെ പാട്ടിനല്ല വിളിച്ചത്. അപ്പൊ ആ നിലവിളി ശബ്ദം എന്ന് പറയുന്നത് ഞാൻ ട്യൂൺ കേൾപ്പിച്ച് ഇവർ ഒരു ദിവസം വീട്ടിലിരുത്തി ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിരുത്തി കേട്ട് കഴിഞ്ഞപ്പോഴാണ് അന്ന് അവൻ ആനന്ദം പാട്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്വാസം കിട്ടാതെ ഇരിക്കുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കൂലേ, ആ കാണിക്കലായിരുന്നു പൊടിമീശ മുളക്കുന്നത്. അതാണ് ആ സംഭവിച്ചതെന്ന്. ആ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടേ പാട്ട് വൻ ഹിറ്റായിരുന്നു. അത് ഈ അടുത്തും റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, എന്നൊരു കാര്യം എന്തായിരുന്നു? അതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് വീണ്ടും വന്നില്ലേ. നമുക്ക് ഞാൻ ഇടയ്ക്ക് സൂര്യചേട്ടനോട് മിക്കവാറും ഞാൻ ചത്ത് കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പൊടിമീശ വെച്ചിട്ടുണ്ടാവും അവര്. അപ്പൊ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താ വെച്ചാൽ അല്ല അതാണ്. അപ്പൊ കാരണം ഇത് അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഒരു അടയാളം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് പിന്നെ റീലുകളായിട്ടും ഇതൊക്കെയായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇനി എത്ര വർഷം പോകുന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. അങ്ങനെ പോവാൻ പറ്റുന്ന ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കിയാണ്. ഇവിടെ ആയിരക്കണക്കിന് പാട്ടുണ്ടാക്കിയിട്ടുള്ള ലെജൻസ് ഉള്ള നാടാണ് നമ്മുടെ. അവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇയർഫോൺ വെച്ച് കൊടുക്കും ഇങ്ങനെ കിടക്കുമ്പോ. പറഞ്ഞാലും ചമഞ്ഞ് കിടക്കാന്ന് പറഞ്ഞ മേക്കപ്പ് ഭാഗമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വരൂലേ? ഇയർഫോൺ വെച്ച് കൊടുക്കേണ്ടി വരും, പേപ്പറും പേനയും വേണം അല്ലേ? ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. എന്തൊക്കെ നല്ല കാര്യം പറഞ്ഞാൽ ഞാൻ അത് നല്ലതല്ലേ? നമ്മൾ ചത്തെടുക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ല, ആക്ച്വലി അതൊരു വസ്തുതയാണ്. കാരണം മറ്റേ ആകാശത്തേക്ക് 2 വെടി കിട്ടുന്ന പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് അടുത്തൊരു പൊടിമീശ വെച്ച് കഴിഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ടാവും.